തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയൊരു ജനഹിത പരിശോധനയാണ്. അതിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഏത് പ്രസ്ഥാനത്തിന് പ്രതിനിധിയായി നിന്ന് ജയിച്ചു കഴിഞ്ഞ് ഭരിക്കാൻ വരുമ്പോൾ ആ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും ഭരണാധികാരികളാണ്. അപ്പോൾ ആ നിലയിൽ തീരുമാനങ്ങൾ എടുക്കണം. സങ്കുചിതമായ രാഷ്ട്രീയ നിലപാടുകളുടെയും പിടിവാശിയുടെ അടിസ്ഥാനത്തിലല്ല തൊഴിലാളി സമരങ്ങളെ നേരിടേണ്ടുന്നത്, തൊഴിലാളി സമരത്തെ കൈകാര്യം ചെയ്യേണ്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജനാധിപത്യപരമായൊരു നിലപാട് സർക്കാർ എടുക്കണമെന്നുള്ളതാണ് ഈ 129ാമത്തെ ദിവസവും ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത്. മുഖ്യമന്ത്രിയുടെ PR വർക്കിന് വേണ്ടി 12 പേരെ ഒരാളുടെ ശമ്പളം 78,500 രൂപയാണ്. അതിപ്പോൾ 5% മുതൽ 10% വരെ വർദ്ധിപ്പിച്ച് ഒരു വർഷത്തേക്കും കൂടി അവരുടെ കാലാവധി നീട്ടിക്കൊടുത്തു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുക്കുന്ന നികുതി പണം എടുത്താണ് നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൈബർ ആക്രമണങ്ങളിൽ കൂടെ ഈ സമരത്തെ തകർക്കാൻ കഴിയത്തില്ലെന്ന് മനസ്സിലായല്ലോ. പിന്നെ മറ്റൊന്ന്, പ്രതിപക്ഷം മാത്രമല്ലല്ലോ, ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ സമരത്തെ പിന്തുണയ്ക്കില്ല. ഞങ്ങൾ കൊടുമണ്ണിൽ ചെന്നപ്പോൾ ഞങ്ങളവിടെ സ്വീകരിക്കാൻ വന്ന CITUവിൻ്റെ ചുമട്ടുതൊഴിലാളി വന്ന് സ്വീകരിച്ചു, AITUCയുടെ ചുമട്ടുതൊഴിലാളി വന്ന് സ്വീകരിച്ചു. അവിടെ 18 ആശാവർക്കർമാരുള്ളതിൽ 14 പേര് ഞങ്ങളെ സ്വീകരിക്കാൻ ആ സ്ഥലത്ത് വന്നു. അപ്പോൾ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പിന്തുണയ്ക്കുന്ന സമരമാണ് ഈ സമരം.